വെൽക്കം എവരിവൺ. സോ ടുഡേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിങ്കിൻ്റെ പോയ്സണിങ്ങിനെ കുറിച്ചാണ്. സോ മെറ്റാലിക് പോയ്സൺസ് എന്ന ചാപ്റ്ററിനകത്ത് സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ വരുന്ന പോർഷനാണ് നമ്മൾ നോക്കുന്നത്. സോ സിങ്ക് ഫോസ്ഫൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർഗാനോഫോസ്ഫറസ് പോയ്സണിങ് എന്ന ചാപ്റ്ററിലാണ് ഉള്ളത്. ഓക്കെ, അത് വിടും. നമ്മളിതിനകത്ത് സിങ്കിൻ്റെ വളരെ കുറച്ചൊരു പോർഷൻ മാത്രം ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ സിങ്കിൻ്റെ സോൾട്ടുകൾ വിച്ച് ആർ പോയ്സണസ്, ദോസ് ആർ സിങ്ക് ക്ലോറൈഡ്, സിങ്ക് ഫോസ്ഫൈഡ്, സിങ്ക് സൾഫേറ്റ്, സിങ്ക് ഓക്സൈഡ് ആൻഡ് സിങ്ക് സ്റ്റിയറേറ്റ്. സോ ദീസ് ആർ ദി സോൾട്ട്സ് ഓഫ് സിങ്ക് വിച്ച് ആർ പോയ്സണസ്. സോ പോയ്സണസ് ആയിട്ടുള്ള സിങ്കിൻ്റെ സോൾട്ടുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റൽ ഫ്യൂം ഫീവർ, MFF ഇൻ ഷോർട്ട്, അതിനെക്കുറിച്ചാണ്. സോ ഒരുപാട് മെറ്റൽസ് ഈ ഒരു ഡിസീസ് ഉണ്ടാക്കും, പക്ഷേ സിങ്ക് ഓക്സൈഡാണ് കൂടുതലായും ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്. സോ ഡ്യൂ ടു ദ ഇൻഹലേഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ് ഫ്യൂംസ്, സിങ്ക് ഓക്സൈഡിൻ്റെ ഫ്യൂംസ് ശ്വസിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് മെറ്റൽ ഫ്യൂം ഫീവർ എന്ന് പറയുന്നത്. ആൻഡ് മെറ്റൽ ഫ്യൂം ഫീവർ ഈസ് ഹാവിങ് സെവറൽ അതർ നെയിംസ്: സ്മെൽറ്റേഴ്സ് ഷേക്ക്, സിങ്ക് ഷേക്ക്, ബ്രാസ് ചിൽസ്, മൺഡേ മോർണിംഗ് ഫീവർ. ഇതൊക്കെ ഈ ഒരു അസുഖത്തിൻ്റെ മറ്റ് പല പേരുകളാണ്. സോ വാട്ട് ആർ ദി സൈൻസ് ആൻഡ് സിംറ്റംസ്? ഇൻഫ്ലുവൻസ ലൈക്ക് സിൻഡ്രോംസ് എന്നാണ് ബേസിക്കലി ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസിന് നമ്മൾ പറയുന്നത്. ഇൻഫ്ലുവൻസിൽ ഉണ്ടാകുന്ന പോലത്തെ ചില സിംറ്റംസും കാര്യങ്ങളുമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഈ സിംറ്റംസ് ഉണ്ടാകുന്നത് 4 to 8 hours ആഫ്റ്റർ ദി എക്സ്പോഷർ ടു ഫ്യൂംസ്. ഫ്യൂംസിനോടുള്ള എക്സ്പോഷർ ഒരു 4 to 8 hours ശേഷമാണ്. അത് ഫ്യൂംസ് ഇൻഹെയിൽ ചെയ്ത് ഒരു 4 to 8 hours ശേഷം മാത്രമേ ഈ ഒരു സിംറ്റംസും സൈൻസും ഒക്കെ കാണിക്കത്തുള്ളൂ. ആൻഡ് ദി സിംറ്റംസ് ആർ ഫീവർ, ചിൽസ്, ഹെഡേക്ക്, മയാൾജിയ, ഡിസ്നിയ, കഫ്, മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്, സലൈവേഷൻ, സ്വെറ്റിങ്, ടാക്കിക്കാർഡിയ, അങ്ങനെ കുറേ സിംറ്റംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ സിംറ്റംസ് ഒരു 24 to 36 hours ആകുമ്പോൾ ഇത് പോവുകയും ചെയ്യും. So those symptoms will be subsiding by 24 to 36 hours. And ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മെറ്റൽ ഫ്യൂം ഫീവർ മറ്റ് മെറ്റൽസ് ഉണ്ടാക്കാറുണ്ട്. ഓക്സൈഡ്സ് ഓഫ് കോപ്പർ, മഗ്നീഷ്യം, അയൺ, ക്രോമിയം, അങ്ങനെ ഒരുപാട് മെറ്റൽസ് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. ബട്ട് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് സിങ്കിൻ്റെ സിങ്ക് ഓക്സൈഡ് എന്ന സോൾട്ടാണ്. ഇനി നമ്മളിതങ്ങനെ ട്രീറ്റ് ചെയ്യും. ഓക്സിജൻ കൊടുക്കുക, ബ്രോങ്കോ ഡയലേറ്റേഴ്സ് കൊടുക്കുക, സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഒന്നും കൂടി പറയാം. മെറ്റൽ ഫ്യൂം ഫീവർ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്മെൽറ്റേഴ്സ് ഷേക്സ്, സിങ്ക് ഷേക്ക്, ബ്രാസ് ചിൽസ്, മൺഡേ മോർണിംഗ് ഫീവർ. സോ ദിസ് ഇസ് കോസ്ഡ് മോസ്റ്റ്ലി due to the inhalation of zinc oxide fumes. And symptoms are like influenza like syndrome, which will be starting 4 to 8 hours after the exposure. And the symptoms are fever, headache, myalgia, excessive salivation, tachycardia, sweating, metallic taste in the mouth, cyanosis, dyspnea, cough, etc. Now these symptoms will be subsiding by 24 to 36 hours, and this is also caused by other oxides of other metals. The treatment include oxygen, bronchodilators, and symptomatic therapy. So this is a few things about the zinc poisoning.